ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നു പോയിരിക്കും. അപ്പോഴേക്കും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നു പോയിട്ടുണ്ടാവും. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടാലും നിങ്ങൾ നേടിയെടുത്ത അറിവ് ഒരിക്കലും നഷ്ടമാകില്ല. ഇഷ്ടമുള്ളതിനെ ചേർത്ത് പിടിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയും ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് പിടിക്കേണ്ടി വരുമ്പോഴുള്ള നിസ്സഹായാവസ്ഥയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് ഒരു കാര്യത്തിനും അമിതമായി സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം അവരുടെ സങ്കടമാണ്. അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കാം. എഴുതുന്ന കടലാസിൻ്റെ ഭംഗി നോക്കിയോ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയിലെ മഷിയുടെ നിറം നോക്കിയോ ആകരുത് എഴുത്തിൻ്റെ മൂല്യം കണക്കാക്കേണ്ടത്. അതിൽ എഴുതിയ വാക്കുകളുടെ മൂല്യത്തിനനുസരിച്ചായിരിക്കണം. നഷ്ടപ്പെട്ടുപോയ മനോഹര നിമിഷങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. ചിലരെ നമ്മൾ എത്ര കണ്ട് നമ്മുടേതായി സ്നേഹിച്ചാലും അവർ നമ്മുടേതായി തീരില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവർ തന്നെ പറയാതെ പറയും, ഞാൻ നിൻ്റേതല്ലെന്ന്. മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സാന്ത്വനവാക്കിന് ചിലപ്പോൾ ഒരു ജീവൻ്റെ വില തന്നെയുണ്ടാകും. ഒരു പുരുഷൻ തന്നെയാണ് നോക്കുന്നത് എന്നൊരു സ്ത്രീ തിരിച്ചറിഞ്ഞാൽ ആ സ്ത്രീയുടെ കണ്ണുകൾ ഒരു തവണയെങ്കിലും അയാളെ തിരയാതിരിക്കില്ല. നമ്മുടെ മുഖത്ത് നോക്കി നല്ലത് പറയുകയും മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി മോശമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരിൽ നിന്നും അകലം പാലിക്കുക. നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പിന്നീട് അത് ഓർത്തു പറയേണ്ട ആവശ്യം വരില്ല. കിട്ടാത്ത അനുഗ്രഹങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ കിട്ടിയ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ക്ഷമ ഏറ്റവും വലിയ ആയുധവും മൗനം ഏറ്റവും വലിയ പ്രതികാരമാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ക്ഷമിക്കുന്നവനും മൗനം പാലിക്കുന്നവനും തന്നെയാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം മാത്രമാണ് ഇല്ലാതാകുന്നത്. മറ്റെല്ലാം പഴയതുപോലെ തന്നെ. കഠിനാധ്വാനം ചെയ്ത വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ മധുരഗന്ധമുണ്ടാകുന്നത്. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം എന്നും മനസ്സിൻ്റെ നൊമ്പരമാണ്. വിജയം രണ്ട് രീതിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒന്ന് കഠിനാധ്വാനത്തിലൂടെ, മറ്റൊന്ന് ആകസ്മികമായി. ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിലും കഴിയില്ലെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നല്ല ഭാവിയെപ്പറ്റി ചിന്തയുള്ളവൻ വർത്തമാനകാലത്തിലെ തൻ്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കും. ഒറ്റ രാത്രിയിലെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് മറ്റനേകം രാത്രികൾ ചിലവഴിക്കേണ്ടി വരും. ഒരു സ്ത്രീയുടെ പിൻകഴുത്തിൽ മൃദുവായി ചുംബിക്കുന്നത് അവളിൽ പെട്ടെന്ന് വികാരമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. എല്ലായ്പ്പോഴും ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിന് ഒരു ഭംഗിയും ഉണ്ടാകുമായിരുന്നില്ല. ചിരിക്കാനുള്ള 1000 കാരണങ്ങൾ ഉണ്ടെങ്കിലും കരയാനുള്ള ഒറ്റ കാരണം മതി നമ്മുടെ സന്തോഷം എല്ലാം ഇല്ലാതാകാൻ. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്നതും ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുക.
ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് വിശ്വാസം. ബുദ്ധിയുള്ളവർക്ക് അനുഭവങ്ങൾ എന്നും നല്ല ഗുരുവായിരിക്കും. ഒരു തവണ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നീട് അതേ ഭംഗിയോടെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പരസ്പരമുള്ള വിശ്വാസം. പണമാണ് യോഗ്യത എന്ന് അളക്കുന്ന ഒരു ലോകം. അതിൽ പണമുള്ളവനെ വാഴ്ത്തുന്ന ചിലരും പണമില്ലാത്തവനെ താഴ്ത്തുന്ന ചിലരും ആ ലോകത്തുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണടയ്ക്കരുത്. അത് നിങ്ങളെ ഒന്നുമല്ലാതെയാക്കും. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 1000 നന്മകൾ ചെയ്താലും കാണാത്ത ഈ ലോകം ഒരു തിന്മ ചെയ്തു പോയാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. യഥാർത്ഥത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ദൈവം നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ് നൽകുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വളരാൻ സാധിക്കും. താൻ ആഗ്രഹിച്ചത് നടക്കാതെയാകുമ്പോൾ പിന്നീട് ആ കാര്യത്തെ മോശമാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന പലരെയും നമുക്ക് ചുറ്റിലും കാണാം. എത്ര അകറ്റിയിട്ടും ഒരാൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ആകാം. വേഗതയേറിയതും എന്നാൽ കൃത്രിമവുമായ സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടുന്നതിനേക്കാൾ ദൃഢമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ഭൂമിയിലെ മറ്റെല്ലാ വിഭവങ്ങളെക്കാളും ശക്തമാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നിടത്താണ് വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ലോകം അഭിനയിക്കുന്നവർക്ക് കൂടെയാണ്. കാരണം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പലയിടത്തും പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. എത്ര സ്നേഹിച്ചാലും ചിലർക്ക് ചിലരുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ളവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് എന്നതാണ് സത്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്നേക്കുമായി വിജയിക്കുമെന്ന ചിന്തയും പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് കുതിക്കാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകൂ. സ്നേഹത്തിൽ ആത്മാർത്ഥത പുലർത്തുകയും സൗമ്യമായി സംസാരിക്കുകയും പെരുമാറുകയും അതേസമയം എല്ലാ കാര്യത്തിലും ആക്റ്റീവുമായ സ്ത്രീകളോടാണ് പൊതുവെ പുരുഷന്മാർക്ക് താൽപ്പര്യം. വിജയകരമായ നേട്ടത്തിന് 4 പ്രധാന ഘടകങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തമായ ലക്ഷ്യം, ആഴത്തിലുള്ള ചിന്ത, ഭാവന, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അടിയുറച്ച വിശ്വാസം എന്നിവ. ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം ഉളവാകുന്നത് മനസ്സിൽ നിന്നാണ്, മുഖത്തു നിന്നല്ല. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചു കൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല.